എയ്ഡ്സ് രോഗം വന്ന് മരിച്ച അമ്മയുടെ മൃതദേഹം തനിയെ ചുമന്ന് പോസ്റ്റ്മോർട്ടത്തിനെത്തിച്ച് 10 വയസ്സുകാരൻ. നമ്മുടെയൊക്കെ ചുറ്റിലും 10 വയസ്സുള്ള ആൺകുട്ടികളുണ്ട് ഇഷ്ടം പോലെ അല്ലേ? അവർ സാധാരണ രീതിയിൽ എന്തൊക്കെ ചെയ്യും? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കൂൾ ബസ് വീടിൻ്റെ മുൻപിൽ വന്ന് നിർത്തുമ്പോൾ അതിൽ കയറിപ്പോകും. തിരിച്ച് അതേ ബസ്സിന് അതേ സമയത്ത് വീട്ടുമുറ്റത്ത് വന്നിറങ്ങും. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ തൊട്ടടുത്ത കടയിൽ പോയി അവർ വാങ്ങിക്കൊണ്ടുവരും. ഇതിൽ കൂടുതലൊന്നും 10 വയസ്സുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാറില്ല അല്ലേ? അപ്പോഴാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ 10 വയസ്സുള്ള ബാലൻ വ്യത്യസ്തനാകുന്നത്. അവൻ്റെ 52 വയസ്സുള്ള അമ്മ എയ്ഡ്സ് രോഗത്തിനും അതുപോലെ ക്ഷയരോഗത്തിനും ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ അവർ മരണപ്പെട്ടു. ഈ അമ്മയ്ക്ക് മകനും മകന് അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഗ്രാമവാസികളും എല്ലാവരും അവരെ അകറ്റി നിർത്തി. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വർഷം ഈ കുഞ്ഞിൻ്റെ പിതാവും HIV രോഗം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. അപ്പോൾ എവിടെയായാലും നമുക്കറിയാം, ഏത് രാജ്യത്തായാലും എവിടെയായാലും HIV എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്. അവിടെ അറിഞ്ഞോ അറിയാതെയോ ഒരു ചെറിയൊരു മതിൽക്കെട്ട് രൂപപ്പെടും അല്ലേ? അപ്പോൾ ഈ രോഗബാധിതരായവർ മതിലിന് ഉള്ളിലും അല്ലാത്തവർ മതിലിന് പുറത്തും. അങ്ങനെ അമ്മയ്ക്ക് മകനും മകനമ്മയും എന്നുള്ള രീതിയിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ട് ഈ കുഞ്ഞിൻ്റെ അമ്മ മരണപ്പെട്ടത്. അമ്മയുടെ മൃതദേഹം അവൻ ആശുപത്രിയിലെത്തിച്ചു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മണിക്കൂറുകളോളം അവൻ കാത്തിരുന്നു. ഈ കാത്തിരിപ്പിനൊടുവിൽ ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ആ വീഡിയോ വൈറലായി. ആ വീഡിയോ കണ്ടാണ് അവരുടെ ഏരിയയിലുള്ള ലോക്കൽ പോലീസുകാർ ആശുപത്രിയിലേക്ക് എത്തി. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേഗത്തിലാക്കി. വേഗം പോസ്റ്റ്മോർട്ടം നടന്നു. മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അവസാന ചടങ്ങുകൾ, അന്ത്യകർമ്മങ്ങൾക്കെല്ലാം ആ പോലീസുകാരും ഈ കുഞ്ഞിൻ്റെ കൂടെ സഹായമായിട്ട് നിന്നു. അപ്പോൾ ആ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. ബാലൻ തനിച്ചുമായി. ഇനി നമുക്ക് എയ്ഡ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം എന്ന് പറയുന്നത് നൈജീരിയയാണ്. 3-ാം സ്ഥാനം ആണ് ഇന്ത്യ. ഇന്ത്യയിലെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ശരാശരി 26 ലക്ഷത്തിനും 31 ലക്ഷത്തിനും ഇടയിൽ എയ്ഡ്സ് രോഗികൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് കണക്ക്. ഇന്ത്യയിൽ ഇത്രമാത്രം എയ്ഡ്സ് രോഗികളുണ്ട് എങ്കിലും നമ്മുടെ മരണനിരക്ക് കുറവാണ്. അതിന് കാരണം നമ്മുടെ എയ്ഡ്സ് രോഗികൾ ചികിത്സയോട് നല്ല രീതിയിൽ സഹകരിക്കുന്നു എന്നുള്ളതാണ്. കറക്റ്റ് സമയത്ത് അവർ ഗുളിക കഴിക്കുന്നുണ്ട്, ശരീരം നോക്കുന്നുണ്ട്, പോഷകാഹാരം കഴിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ അവർ വിശ്രമം എടുക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് കുറച്ചും കൂടി ദീർഘകാലം ജീവിക്കാൻ പറ്റുന്നു. ഒരു പൂർണ്ണമായിട്ട് ആരോഗ്യവാനായ വ്യക്തിയുടെ ആയുസ് എത്ര വർഷമാണോ അത്രയും വർഷം ഒരു എയ്ഡ്സ് രോഗിക്കും ജീവിച്ചിരിക്കാം. അതിന് കാരണം ഇന്നത്തെ അതിൻ്റെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെയാണ്. അതിൻ്റെ പേരാണ് ART, ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏറ്റവും കുറവ് എയ്ഡ്സ് രോഗികളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ദേശീയ ശരാശരിയുടെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ എയ്ഡ്സ് രോഗികൾ കേരളത്തിലുള്ളൂ. പക്ഷേ നമ്മുടെ എയ്ഡ്സ് രോഗികളാകുന്ന ആളുകളുടെ പ്രായം ഒരു വലിയൊരു ഘടകമാണ്. 14 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ, അങ്ങനെ വേണം നമുക്ക് അവരെ വിളിക്കാനായിട്ട്. അല്ലാതെ അവരെ മുതിർന്നവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. കുട്ടികൾക്കാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എയ്ഡ്സ് പടർന്നു പിടിക്കുന്നത്. 14 വയസ്സ് എന്ന് പറയുമ്പം 9-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം അല്ലേ? അമ്മമാർ അതിരാവിലെ എണീക്കും, മോൻ 10-ലല്ലേ, SSLC അല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട്. കുഞ്ഞിന് വേണ്ട എല്ലാ സാധനങ്ങളും ചോദിക്കാതെ തന്നെ കൊടുക്കും. ചോറൊക്കെ വേഗം തന്നെ പാത്രത്തിനകത്താക്കി ബാഗിനകത്ത് വെച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അമ്മമാർ മിക്കവാറും മക്കളെ യാത്രയൊക്കെ അയക്കുന്നത് അല്ലേ? പക്ഷേ ഈ മക്കൾ എവിടേക്ക് പോകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മാതാപിതാക്കളുടെയും മക്കളുടെയും രണ്ടുപേരുടെയും ലക്ഷ്യം രണ്ടും രണ്ട് വഴിക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ടല്ലേ ഈ 14 വയസ്സുള്ള കുഞ്ഞ് ഒരു HIV രോഗബാധിതനാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ HIV വൈറസ് ഏതൊക്കെ രീതിയിലൂടെ വരുന്നല്ലേ?
അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഒരിക്കലും 14ാമത്തെ വയസ്സിൽ എന്തായാലും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കിട്ടില്ല. അത് കിട്ടുമ്പോൾ ജനിക്കുമ്പോഴേ കിട്ടണം. ഇനി അതും അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം അല്ലേ, അതിനൊരു ചാൻസ് ഉണ്ട്. രണ്ടാമത് നമ്മൾ അണുവിമുക്തമാക്കാത്ത സിറിഞ്ച് നീഡിലുകൾ ഉപയോഗിക്കുന്ന വഴി, അതായത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന വഴി. ഇനി അതും അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒന്നും കുട്ടികൾ ആരും അറിയാതെ പോയി ചെയ്യുന്ന കാര്യമല്ല. ബാക്കി പറഞ്ഞ 2 കാര്യമാണ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അതും അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ സിറിഞ്ചും നീഡിലും യൂസ് ചെയ്തിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ 2 വഴിയിലൂടെ തന്നെയാണ് 14 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് സാധാരണയായിട്ട് ആൺകുട്ടിയല്ല കേട്ടോ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആർക്കായാലും ഈ എയ്ഡ്സ് രോഗം വരുന്നത്. ഇവർ ശരിക്കും ആ ഒരു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, അത്രേ ഉള്ളൂ. അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മാത്രമാണ് അവരെ കൊണ്ടെത്തിക്കുന്നത് വലിയൊരു കുഴിയിലേക്കാണ്. അത് കുട്ടികൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഷങ്ങൾക്ക് മുൻപ് 2005 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന പ്രശസ്തി ആർജിച്ച ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് സംഭവിച്ച, അതായത് ഈ എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് കൂടുതലും നമ്മൾ രോഗികളുമായിട്ടാണ് സംസർഗം. അത് ചിലപ്പം ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ളവരായിരിക്കാം, എയ്ഡ്സ് രോഗിയായിരിക്കും. അപ്പോൾ എൻ്റെ ആ ഒരു സുഹൃത്തിന് കിട്ടിയത് ലാസ്റ്റ് സ്റ്റേജ്, ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കാലുവെച്ച ഒരു എയ്ഡ്സ് രോഗിനെയാണ് അവൾക്ക് കിട്ടിയത്. സാധാരണ രീതിയിൽ ഡോക്ടേഴ്സ് ഇതേപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള രോഗികളുടെ റൂം അവർ സെപ്പറേറ്റ് ആയിട്ടായിരിക്കുമല്ലോ കിടക്കുന്നത്, ഐസൊലേഷൻ റൂം. അവിടെ ഡോറിൽ വന്നത് മുട്ടും, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. ഓക്കെ, കണ്ടിന്യൂ ദ സെയിം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ് ചെയ്യുക. ഈ രോഗിയുടെ കൂടെ രാത്രിയും പകലും നിൽക്കുന്നത് സാധാരണ രീതിയിൽ ഈ പാവപ്പെട്ട നഴ്സുമാരായിരിക്കും. അങ്ങനെ എൻ്റെ സുഹൃത്ത് മേൽപ്പറഞ്ഞ ഒരു എയ്ഡ്സ് രോഗിയെ നോക്കിക്കൊണ്ടിരുന്ന സമയം പെട്ടെന്ന് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ മോശമായി, വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ലൈഫ് സേവിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒരു എമർജൻസി ആയിട്ട് മെഡിസിൻ പുഷ് ചെയ്യേണ്ടി വന്നു. നിർഭാഗ്യവശാൽ അവളുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല. അവളത് ശ്രദ്ധിച്ചുമില്ല. ആ സമയത്ത് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ജീവനാണ് വലുത്. അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഇടാതെ പേഷ്യൻറ്റിൻ്റെ പോയ ഡ്രിപ്പ്, കയ്യിലൂടെ ഓൾറെഡി ഡ്രിപ്പ് ഒഴുകുന്നുണ്ട്, അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇഞ്ചക്ഷൻ ലോഡ് ചെയ്ത് അതുവഴി പുഷ് ചെയ്തു. പേഷ്യൻ്റ് എന്തായാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല, പേഷ്യൻ്റ് മരിച്ചുപോയി. അപ്പോഴാണ് ഇവൾ കാണുന്നത് സ്വന്തം കയ്യിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി ഒരു മുറിവ് കയ്യിലുണ്ടായിരുന്നു, അവിടെയാണ് ബ്ലഡ്. അത് സ്വന്തം മുറിവിൽ നിന്ന് തന്നെ വന്നതാണോ അതോ ഇമേൽ പറഞ്ഞ എയ്ഡ്സ് രോഗിയുടെ ശരീരത്തിൽ നിന്നുള്ള രക്തമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ വേഗം തന്നെ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടർ പരിശോധിച്ചു. അവൾക്ക് ഈ പേഷ്യൻറ്റിന്, ഈ മരിച്ചുപോയ പേഷ്യൻറ്റിന് കൊടുത്ത സെയിം മെഡിസിൻ തന്നെയാണ് എൻ്റെ സുഹൃത്തിനും ഡോക്ടർ എഴുതി കൊടുത്തത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് കയറിയോ ഇല്ലയോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ കുറച്ചൊരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ എയ്ഡ്സ് രോഗികളെ സംബന്ധിച്ച് ആ ഒരു പീരീഡിന് പറയുന്ന പേരാണ് വിൻഡോ പീരീഡ്. ആ HIV വൈറസ് നമ്മുടെ ബോഡിയിൽ കടന്ന് മൾട്ടിപ്ലിക്കേഷൻ നടത്തി നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വൈറസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു പീരീഡ് ഉണ്ട്. അപ്പോൾ അത്രയും ഒരു കാലതാമസമുണ്ട്, നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തോളൂ. എന്നിട്ടൊരു ഡേറ്റ് കൊടുത്തു, ഇന്ന ഡേറ്റിന് വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ സുഹൃത്ത് ഹോസ്റ്റലിലെ റൂമിൽ വന്നു ഞങ്ങളോടൊക്കെ കാര്യം പറഞ്ഞു. ഞങ്ങളെല്ലാവരും സെയിം ഏജാണ്, പഠിച്ചതും ജോലിക്ക് കയറിയതും എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ ഏർലി 20s അത്രയേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ പ്രായം അന്നേരം. അപ്പോൾ നമുക്കറിയാം ഇതൊരു അസുഖം ആയിട്ട് വന്നു കഴിഞ്ഞാൽ, HIV വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് പഴിയായിരിക്കും അല്ലേ. അവൾ നാട് വിട്ടു പോയിട്ട് അവിടെ കൊണ്ടുവന്ന ഒരു അസുഖമാണ്, അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും അവൾക്ക് ആ ഒരു അസുഖം വന്നത് എന്നുള്ള ഇത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാട്ടുകാരതിനെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞു പരത്തുമെന്ന്. എന്നിരുന്നാൽ തന്നെയും വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. വീട്ടുകാർക്കും വിഷമമായി. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് കൂടെ താമസിക്കുന്നവരാണ്, നമുക്കതിൽ നിന്നും അസുഖം വരുമോ എന്നുള്ളതല്ല നമ്മുടെ പേടി. നമ്മൾ 5-6 വർഷമായിട്ട് ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ആൾ ഇത്രയും ചെറുപ്രായം വേറൊരു മോശപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കാതെ ഈ ഒരു അസുഖം നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. എന്നിരുന്നാൽ തന്നെയും ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ ഡേറ്റ് വന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. HIV ടെസ്റ്റ് ചെയ്തപ്പം വൈറസ് നെഗറ്റീവാണ്. അപ്പം നമുക്കൊരു ആശ്വാസമായി. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു നമുക്ക് മെഡിസിനും അതുപോലെ തന്നെ ഇതും നിർത്താറായിട്ടില്ല, മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക, അടുത്തൊരു ഡേറ്റിൽ വന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. അടുത്ത ഡേറ്റിൽ ചെയ്തു, അതും നെഗറ്റീവായി. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം കണ്ടിന്യൂസ് 3 ടൈംസ് ചെയ്ത് റിപ്പോർട്ട് നെഗറ്റീവായി. ശരിക്കും ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഒരു ആഹ്ലാദത്തിൻ്റെ ദിവസമായിരുന്നു. ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലില്ല എന്ന് നമുക്കറിയുമ്പോഴുള്ള ഒരു സന്തോഷവും, ഇത് നമ്മളുടെ ശരീരത്തിലുണ്ടോ എന്നുള്ള ഒരു സംശയത്തിൽ നമ്മൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു പിരിമുറുക്കവും, ഇത് രണ്ടും നമ്മൾ ഫേസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നമ്മളിൽ നിന്ന് അസുഖം മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. അതെല്ലാം പാലിച്ച് മുൻപോട്ട് പോയാൽ നമ്മുടെ അസുഖം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അത് നമ്മൾക്ക് ദീർഘായുസ്സോടുകൂടെ തന്നെ നല്ല രീതിയിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും അനാശാസ്യമായിട്ടുള്ള രീതിയിൽ മുൻപോട്ട് പോയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അറിയാം എനിക്ക് ഇന്ന അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം പ്രഗ്നൻസി കിറ്റ് പോലെ തന്നെ HIV നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള കിറ്റുകളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. കിറ്റ് വാങ്ങുക, സ്വയം പരിശോധന ചെയ്യുക. അതല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ പോവുക, HIV ടെസ്റ്റ് ചെയ്യുക. ആ റിസൾട്ട് അനുസരിച്ച് എത്രയും വേഗം ഒരു ഡോക്ടറെ കാണുക, ചികിത്സ തേടുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി എത്ര വർഷം ജീവിച്ചിരിക്കുന്നുവോ അത്രയും വർഷം തന്നെ HIV രോഗബാധിതനായിട്ടുള്ള ആൾക്കും ജീവിച്ചിരിക്കാമെന്നിരിക്കെ നമ്മൾ നേരത്തെ മരണത്തിന് കീഴടങ്ങേണ്ട യാതൊരു സാഹചര്യവും ഇന്ന് നിലവിലില്ല. ഒരു HIV ബാധിതനായ വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയ്ക്കും അതുപോലെ തന്നെ മക്കൾക്കും സമൂഹത്തിനും ഈ ഒരു അസുഖം പകർന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങൾ ഇന്ന് ഉണ്ട്. അതെല്ലാം അവലംബിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക.